ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായിട്ട് തുടങ്ങിയിട്ടുള്ള ചെറിയ മുന്നൊരുക്കങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുക്കിംഗ് അല്ല, രാവിലത്തെ ഭക്ഷണം മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ മോനേട്ടൻ പറഞ്ഞ് ഡെയിലി ഈ ചൂടിന് ഇവിടെ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്, ഇന്ന് നമുക്ക് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന്. കാരണം രാവിലെ പോകാൻ പറ്റില്ല. രാവിലെ മോന് ഇവിടെ ഒരു ക്ലബ്ബുണ്ട്. ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ചെറിയ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ആ ക്യാമ്പിൽ. അപ്പോൾ അവന് രാവിലെ 9 മണി തൊട്ടിട്ട് 11:30 വരെയും വൈകുന്നേരം 4 തൊട്ട് 7 മണി വരെ. ഉച്ചയ്ക്ക് ചൂടിൻ്റെ സമയത്തൊന്നുമില്ല, കുട്ടികളെ വീട്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടികളല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 12 മണിയാകുമ്പോൾ വെയിലായിരിക്കും, എന്നാൽ കാറിലല്ലേ പോയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അത്രയാകുമ്പോൾ എന്തായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടാവും. പിന്നെ ത്രെഡ് ചെയ്യാനുണ്ട്. ഞാൻ ആകെ ചെയ്യുന്ന ഒരു കാര്യം ത്രെഡിങ് ആണ്. അപ്പോൾ ഞാനത് എപ്പോഴും ഇല്ല, എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത കുടുംബത്തിൻ്റെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യും. അല്ലാണ്ട് ഡെയിലി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ യാത്ര പോകുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് ത്രെഡ് ചെയ്യണം. പിന്നെ ചെരുപ്പ് വാങ്ങണം. എൻ്റെ നല്ലൊരു ചെരുപ്പുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ ചെരുപ്പ് ഞാൻ എടുത്തു വെക്കാൻ മറന്നുപോയി. കാരണം അതിലൊക്കെ കിട്ടിയ വീടാണ്, നായ്ക്കൾ വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എവിടെ നിന്നാണ് നായ വന്നതെന്ന് അറിയില്ല. എൻ്റെ ചെരുപ്പ് ഞാൻ വന്നപ്പോഴേക്ക് 2 കഷ്ണാക്കി വെച്ചു. അപ്പോൾ എന്തായാലും ഒരു ചെരുപ്പ് വാങ്ങണം. അപ്പോൾ ചെരുപ്പ് വാങ്ങണം. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിനൊക്കെ കൂടെ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണ് മുന്നൊരുക്കങ്ങൾ. പിന്നെ ഒരു ചമ്മന്തിപ്പൊടിയല്ല, ഉഴുന്നുപൊടി ഉണ്ടാക്കണം. ഭക്ഷണം കൊണ്ടുപോകണം. ഇഡ്ഡലി രാവിലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആ ഇഡ്ഡലിക്ക് ഒരു ഉഴുന്നുപൊടി ഉണ്ടാക്കി കൊണ്ടുപോകണം. ദോശപ്പൊടി കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്ന് ഉണ്ടാവുക. മുന്നൊരുക്കങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങട്ടെ. ഫസ്റ്റ് തന്നെ ഉപ്മാവാണ്. ഉപ്മാവ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ. എന്നാലും ഞാനൊന്ന് കാണിക്കാം. അതേ ഉള്ളൂ. പിന്നെ ഉഴുന്നുപൊടി വറക്കണം. അതിന് ഉഴുന്ന് കഴുകിയിട്ട് ഇനി വെയിലത്തിട്ട് ഉണക്കി എടുക്കണം. കാരണം നമ്മൾ അങ്ങനെ ഉഴുന്നല്ല, നമുക്ക് അങ്ങനെ ഇട്ട് വറക്കാൻ ഒരു മടി. അപ്പോൾ അതൊക്കെ കഴുകി വെയിൽ വരുമ്പോഴേക്കൊന്ന് ഉണക്കണം. അലക്കാനുള്ളത് ഞാൻ മിഷ്യനിലിടുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും കൂടെ ഇപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നതാണ്. ഞാൻ രാവിലെ തന്നെ പോയി എൻ്റെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു, പ്രഷറ് നോക്കി. പ്രഷറൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. വരുന്ന വഴി ഞാനൊന്ന് അമ്പലത്തിൽ കയറി, അമ്പലത്തിൽ തൊഴുതു. അതാണ് ഇന്ന് 2 ചന്ദനം. ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ വരുന്ന വഴി അമ്പലം തുറന്നുകൊണ്ട് രാവിലെ പോയിട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ വരുന്ന വഴി അമ്പലം തുറന്നുകൊണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി അമ്പലത്തിലും കൂടെ ഒന്ന് തൊഴുതു വന്നു. ഇനി വീട്ടിലെ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ. ഞാൻ ഉപ്മാവിൽ തുടങ്ങട്ടെ. മോന് ഇപ്പോൾ പോകണം. 8 മണിയായി. മോന് ഒരു 9 മണിയാകുമ്പോഴേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കട്ടെ, ഗ്യാസ് കത്തിക്കട്ടെ. പപ്പടമുണ്ട്, പിന്നെ അച്ചാറുണ്ട്, നമ്മുടെ പഴമുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട് ഉപ്മാവിന്. അത് മതി. ഇൻകൂട്ടന് ഇഷ്ടമാണ് അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി. പപ്പടം ഇന്നലെ കാച്ചി വെച്ചതാട്ടോ, ഇന്ന് എനിക്ക് കാച്ചൊന്നുമില്ല. കാരണം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. എപ്പോഴും പപ്പടം കാച്ചിയാൽ റെഡിയില്ല. എന്നാലും ഇപ്പോൾ ദിവസം പപ്പടം കാച്ചുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായി വരുന്നതിന്, ചീനച്ചട്ടി ചൂടാകുമ്പോൾ കാണിക്കാം കേട്ടോ. ഉപ്പുമാവ് റെഡിയായിട്ടോ. കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം നേരത്തെ വേണേൽ എനിക്ക് വേഗം കഴിക്കാമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപ്പുമാവ് സെറ്റായി. പിന്നെ പഴമുണ്ട്, അച്ചാറുണ്ട്, പിന്നെ പപ്പടമുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉപ്പുമാവിൻ്റെ കഴിഞ്ഞു. ഇനി ഞാൻ ആ ഉഴുന്നൊന്ന് കഴുകിയിട്ട് വെയിലത്തേക്ക് ഇടട്ടെ. അപ്പം ഞാൻ ഈ ഉഴുന്നൊന്ന് കഴുകിയിട്ട് ഉണങ്ങാനിടട്ടെ കേട്ടോ. നമ്മുടെ ദോശപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഉഴുന്നൊന്ന് കഴുകട്ടെ. അങ്ങനെ എടുത്ത് വറക്കാനൊരു മടി ഉഴുന്നൊക്കെ. അപ്പം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. നല്ല അഴുക്കുണ്ടാവും ഉഴുന്നിലൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് കഴുകട്ടെ.
അപ്പം അതും കഴിഞ്ഞ് ഇപ്പം ഉണ്ടാക്കിയ പാത്രങ്ങളും അവിടെ കഴുകി വെച്ച് ഭക്ഷണം കഴിക്കണം. മോനിപ്പോൾ പോവാനായി. അവനെന്തോ ഇന്നലത്തെ എഴുതാൻ വിട്ടുപോയി. ഇന്നലെ ഓരോ ക്ലാസ് നടന്ന അതിൻ്റെ ഇത് എഴുതണം. ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നൊക്കെ അവൻ അത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവനെ എഴുതി വന്നാൽ ഭക്ഷണം കഴിക്കാം. ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് പോവുക. 3-4 കുട്ടികളുണ്ട്. അവരെല്ലാം കൂടെ നടന്ന് പോയിക്കോളും. ഒരു രസം, അവർ സന്തോഷം. ഈ വെക്കേഷൻ സമയത്ത് അവരെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെയാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കിണറിൻ്റെ അടുത്ത് നല്ല വെയിൽ വരും. അപ്പോൾ കിണറിൻ്റെ അടുത്തിട്ടാൽ വേഗം ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വരും. പിന്നെ നമുക്ക് വേഗം വറക്കാം. ഇനി ചുക്കുവെള്ളം വെക്കാനുണ്ട് അടുപ്പത്ത്. അപ്പം ഞാനിത് കഴുകിയിട്ട് ഉണക്കാനിടട്ടെ. മിനിക്കുട്ടനെ ഞാൻ ഭക്ഷണം കൊടുത്തു. അതിനുശേഷം അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. പണി കഴിഞ്ഞല്ലോ. എന്നിട്ട് ചുക്കുവെള്ളം വെക്കണം അടുപ്പത്ത്. ഇപ്പം ഞാൻ ഉഴുന്ന് കഴുകിയിട്ട് വെയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതെന്താവണം, അതൊന്ന് ഉണങ്ങി വന്നാൽ, ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നാൽ അത് വറുത്ത് വെക്കണം. പിന്നെ അയൺ ചെയ്യണം. അയൺ ചെയ്യണമൊക്കെ പിന്നെ വൈകുന്നേരം ആയിരിക്കും. നോക്കട്ടെ. ഇതൊക്കെ കുറച്ച് പണികളൊക്കെ ചെയ്താൽ ഒരുക്കങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയല്ലേ ചെയ്യുന്നത്. എല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാനാവില്ല. അപ്പോൾ കുറേശ്ശെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കാന്ന് വിചാരിച്ചാൽ എല്ലാം ഒന്നും അയൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഒക്കെ ഉണ്ടാവുമല്ലോ. അത് കുറച്ചൊക്കെ അയൺ ചെയ്ത് വെക്കാം. എൻ്റെതൊക്കെ അയൺ ചെയ്ത് വെക്കാം. എനിക്കിനി അങ്ങനെ പുറത്ത് പോകാനൊന്നുമില്ലല്ലോ. അയൺ ചെയ്ത് വെച്ചതാണ്, എന്നാലും ഉണ്ടാവും. എനിക്കുട്ടൻ ഒക്കെ പുറപ്പെട്ട് റെഡി ആയിട്ടോ. വെള്ളം കൊണ്ടുപോകുന്നുണ്ടോ മോനെ? ഭക്ഷണം ഒക്കെ അവിടെ ഉണ്ടാവില്ലേ? പഴവും മുട്ടയും അതെല്ലാം കൊടുക്കുന്നുണ്ട് പോലെ അവിടുന്ന്. ഞാൻ മുട്ട കഴിക്കില്ല, പഴമൊക്കെ കഴിക്കാലോ. അപ്പൊ അതൊക്കെയാണ് അവിടെ. അവൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് പാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് ഗ്രീൻ പീസ് വേവിച്ചത്, പിന്നെ ഉപ്പുമാ വെച്ചത്. ചുക്കുള്ള അടുപ്പത്തേക്ക് വെക്കട്ടെ. നല്ല കനമുണ്ട് വെള്ളത്തിന്. 10 ലിറ്ററോളം വെള്ളമുണ്ട്. ഇതൊന്നും മതിയാവില്ല കേട്ടോ. ഞാൻ ഇന്നലെ കുറച്ച് ഗ്യാസിൽ വെച്ച് വെള്ളം മതിയാവാനിട്ട്. ഈ വെള്ളം ഇവിടെ കിടന്നിട്ട് അങ്ങനെ തിളക്കട്ടെ. അപ്പം ഞാനെന്തായി, നമ്മളെ ഉഴുന്നെല്ലാം വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്തു കേട്ടോ. അപ്പം ഈ വെയിലത്ത് വെച്ച സമയം കൊണ്ട് അത് അപ്പം നോക്കുമ്പോൾ തരുന്ന വെയിലില്ല. ഇങ്ങനെ കുറച്ച് വെള്ളം വലിഞ്ഞെന്ന് ഫുൾ മഴക്കാറാണ് ഇവിടെ. എന്താണെന്നറിയില്ല, ഭയങ്കര ഹ്യൂമിഡിറ്റി, ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു പ്രത്യേക ക്ഷീണമൊക്കെയാണ്. പക്ഷെ എന്തായാലും ഈ വെള്ളം വലിയുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അടിച്ചു വാരൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊന്ന് വറുത്തിട്ട് വേണം തുടയ്ക്കാൻ. അപ്പോൾ വറുത്തിട്ട് ചൂടാറുന്ന സമയം കൊണ്ട് തുടയ്ക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, ഇപ്പോൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിത് വറുത്തെടുക്കട്ടെ. ഇഡ്ലിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉഴുന്നും മുളകും കരിവേപ്പിലയാണ് മാത്രമാണ് കേട്ടോ ഇടുക. വേറെ അങ്ങനത്തെ ഒന്നും ഇടലില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒരു നുള്ള് കായപ്പൊടി ലാസ്റ്റ് ഇടും. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, പക്ഷെ എല്ലാം കൂടെ ഞാൻ ഇടാറില്ല. അത് വഴറ്റാം. വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് ആറാൻ വെക്കട്ടെ കേട്ടോ. ഇത് ഇവിടെ നിന്ന് ആറട്ടെ. ഇതന്നെ വെച്ചാൽ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ച്. ഇത് ആറുമ്പോഴേക്ക് എനിക്ക് കുറച്ച് ആറിടാനുണ്ട്. നമ്മൾ തിരുമ്പി അലക്കി വെച്ചത് അത് ആറിടണം. പിന്നെ തുടയ്ക്കണം. ഈ 2 പണി കഴിയുമ്പോഴേക്ക് നമ്മുടെ ഇത് ആറിക്കോളും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നമുക്ക് പിന്നെ പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ നല്ലോണം കഴുകി ഉണക്കിയെടുത്തതാണ്. അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒറ്റ പ്രാവശ്യം പൊടിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ.
കുറച്ച് കൊണ്ടുപോകാം. നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇഡ്ഡലിക്ക് ചട്ടണിയൊക്കെ ആക്കി കൊണ്ടുപോകുമ്പോൾ കേട് വരില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി ഉണ്ടാക്കുന്നത്. പിന്നെ കൊണ്ടുപോകുന്നത് ചപ്പാത്തി, പിന്നെ തക്കാളി കറി പോലെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്. കാരണം 3 ദിവസം ട്രെയിനിൽ ഇരിക്കണം. അപ്പം അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകണമല്ലോ. പൊടിച്ചെടുക്കട്ടെ കേട്ടാ. ഉപ്പും ഒക്കെ പാകാണ് കേട്ടോ. നല്ല എരിവ. ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുള്ളൂ, എന്നിട്ട് നല്ല എരിവുണ്ട്. പക്ഷെ കുഴപ്പമില്ല. എന്ത് ചെയ്യാം, വെളിച്ചെണ്ണയൊക്കെ ആക്കി കഴിക്കുമ്പോഴേ പിന്നെ അത് പോവല്ലോ. ആ എരിവ് കണ്ടില്ലേ, നല്ല മിനിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെളിച്ചെണ്ണയും കൂട്ടി ദോശയൊക്കെ ആക്കി, വെളിച്ചെണ്ണയും കൂട്ടി ഇതാക്കിയിട്ട് ദോശയോ ഇഡ്ഡലിയോ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മീൻകുട്ടനും മോഹനേട്ടനും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അത് കുറച്ച് ഞങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാം, ബാക്കി ഞങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം. അങ്ങനെ കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഞാൻ ഇതൊരു കുപ്പിയിലേക്ക് ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റാട്ടെ കേട്ടോ. അപ്പം ഇതിപ്പോൾ നിർത്താം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പുറപ്പെട്ടിട്ട് പോകാനായി. ഇനി മോൻ വന്നിട്ടില്ല. മോൻ വന്നാൽ പുറപ്പെട്ടിട്ട് പോകും. ബാക്കി പോകുന്ന വിശേഷങ്ങൾ പറയാം. പുറപ്പെട്ടു. ഇനി പോട്ടെ കേട്ടോ. പുറത്ത് പോയിട്ട് അവിടെ ഊണ് കഴിക്കായിരുന്നു. ചോറ് വെച്ചിട്ടില്ലല്ലോ. അത് പുറത്തുനിന്ന് കഴിക്കും. മോനേട്ടൻ വരാൻ വൈകിട്ട് മോനേട്ടനല്ല, മോൻ വരാൻ വൈകിട്ടോ. വന്നപാട് വേഗം പുറപ്പെട്ടിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. കാലുള്ള ടൈപ്പ് എടുത്താൽ മതി. ഞാൻ നിട്ടോ അതൊക്കെ ഒരേ റേറ്റാ? അപ്പം ഞങ്ങൾ പേരാമ്പ്ര പോയി സാധനങ്ങളൊക്കെ വാങ്ങി. മോനേട്ടൻ എനിക്കൊരു ചുരിദാർ വാങ്ങി തന്നു. പിന്നെ ചെരുപ്പ് വാങ്ങി. മോനേട്ടന് കുറച്ച് ടീഷർട്ട് വാങ്ങി. മോനും അതേമാതിരി ടീഷർട്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ കേട്ടോ വാങ്ങിയത്. പിന്നെ ഫോയിൽ പേപ്പർ, പിന്നെ ഇഡ്ഡലിയും ചപ്പാത്തിയൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫോയിൽ പേപ്പർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വാങ്ങി. അത്രയും വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇടിയും മിന്നലും വരുന്നുണ്ട്. ഇനി അയൺ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു, അത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിവൃത്തിയില്ല, ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.